ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നന്ദി പറയൂ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. 1 തെസ്സലോനിക്കർ 5:18 എല്ലാത്തിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. നിങ്ങൾ എപ്പോഴും സന്തോഷമായിരിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എല്ലാം സമൃദ്ധമായുള്ളപ്പോൾ മാത്രമാണ് ചിലർ ദൈവത്തെ സ്തുതിക്കുന്നത്. അവരുടെ ദുഃഖം, പരാജയം അല്ലെങ്കിൽ അവർ നിരുത്സാഹപ്പെടുകയും ക്ഷീണിതരാകുകയും ചെയ്യുമ്പോൾ അവർ ദൈവത്തെ സ്തുതിക്കുന്നത് ഉപേക്ഷിക്കുന്നു. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു, ഞാൻ കർത്താവിനെ എപ്പോഴും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. എന്റെ ആത്മാവ് കർത്താവിൽ പ്രശംസിക്കും, എളിയവർ അത് കേട്ട് സന്തോഷിക്കും എന്ന്. ഇത് സങ്കീർത്തനം 34:1-2 കാണാൻ സാധിക്കും. സ്തുതിക്കുന്നതിന്റെ സന്തോഷം ദാവീദ് രാജാവിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് കർത്താവിന്റെ പെട്ടകം ദാവീദിൻ നഗരത്തിലെത്തിയപ്പോൾ അവൻ സന്തോഷത്തോടെ തുള്ളിച്ചാടി കർത്താവിന്റെ സന്നിധിയിൽ നടന്നത്. ഇത് 2 ശമൂവേൽ 6:16 കാണാൻ സാധിക്കും. നിങ്ങളുടെ കുട്ടിക്കാലം മുതൽ കർത്താവ് ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും നിങ്ങൾ വിവരിക്കുമ്പോൾ, അവൻ നിങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും കുറിച്ച് ധ്യാനിക്കുമ്പോൾ, തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എല്ലാ അടയാളങ്ങളെയും അത്ഭുതങ്ങളെയും കുറിച്ച് സന്തോഷത്തോടെ ധ്യാനിക്കുമ്പോൾ നിങ്ങൾ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ അറിയാതെ പോലും അവനോട് നന്ദി പറഞ്ഞു പോകും. നിങ്ങൾ അവനെ നിരന്തരം സ്തുതിക്കും. നിങ്ങൾ ഒരു സ്തുതി യോദ്ധാവായി രൂപാന്തരപ്പെടുകയും പൂർണ്ണമായി അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ സ്തുതിക്കുമ്പോൾ കർത്താവിന്റെ ഹൃദയവും ആനന്ദിക്കും. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അവനെ സ്തുതിക്കാൻ വേണ്ടിയാണ്. ദാവീദ് പറയുന്നു, ഞാൻ നിന്നെ സ്തുതിക്കും, കാരണം ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാണ്. എന്റെ ആത്മാവ് അത് നന്നായി അറിയുന്നു എന്ന്. ഇത് സങ്കീർത്തനം 139:14 പറയപ്പെടുന്നു. നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ, അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ കർത്താവ് വലിയവനാണ്, അത്യന്തം സ്തുതിക്കപ്പെടുന്നവനും. ഇത് സങ്കീർത്തനം 48:1 കാണാൻ സാധിക്കും. എല്ലാ സ്തുതികൾക്കും ആരാധനകൾക്കും ബഹുമാനത്തിനും യോഗ്യൻ ദൈവം മാത്രമാണ്. വെളിപ്പാടിന്റെ പുസ്തകത്തിൽ നാം ഒരു അത്ഭുതകരമായ രംഗം കാണുന്നു. സ്വർഗത്തിലെ ദൈവമക്കൾ സന്തോഷിക്കുമ്പോൾ, അവനെ സ്തുതിക്കുകയും ചെയ്യുമ്പോൾ അവർ ഒരു പുതിയ ഗാനം ആലപിച്ചു. ചുരുളെടുക്കാനും അതിന്റെ മുദ്ര പൊട്ടിക്കാനും നീ യോഗ്യൻ, എന്തെന്നാൽ നിങ്ങൾ കൊല്ലപ്പെട്ടു. എല്ലാ ഗോത്രങ്ങളിൽ നിന്നും, ഭാഷകളിൽ നിന്നും, ജനങ്ങളിൽ നിന്നും, ജനതകളിൽ നിന്നും നിങ്ങളുടെ രക്തത്താൽ ഞങ്ങളെ ദൈവത്തിലേക്ക് വീണ്ടെടുത്തു. ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതരുമാക്കി. നാം ഭൂമിയിൽ വാഴും എന്ന് വെളിപ്പാട് 5:9-10 പറയപ്പെടുന്നു. കർത്താവിനെ സ്തുതിക്കുകയും അവന് നന്ദി പറയുകയും ചെയ്യുക എന്ന ആഹ്വാനം ഒരു ഉപദേശമായും ഒരു കൽപ്പനയായും തിരുവെഴുത്തിലുടനീളം നിരവധി തവണ ആവർത്തിക്കുന്നു. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു, എൻ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, അവന്റെ സകല ഉപകാരങ്ങളും മറക്കരുത് എന്ന്. ഇത് സങ്കീർത്തനം 103:2 കാണാൻ സാധിക്കുന്നു. നിങ്ങൾ എപ്പോഴും അവനെ സ്തുതിക്കണമെന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 63:3-4 നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു, എന്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. എന്റെ ജീവകാലമൊക്കെയും ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും. നിന്റെ നാമത്തിൽ ഞാൻ എന്റെ കൈകളെ മലർത്തും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ഓബദ്യാവ്, വൈകുന്നേരം വെളിപ്പാട് 9 അധ്യായം. ആമേൻ.